ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഈ മാസം 19-ന് ഹാജരാകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ അറിയിച്ചു. ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ മാസം 19-ാം തീയതി ഹാജരാകുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മുൻപും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ, അതായത് ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതി പറഞ്ഞിരുന്നു ഈ പ്രതികൾ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ളത്. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കോടതി പറഞ്ഞായിരുന്നു ഈ പ്രതികൾ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ളത്. ഇപ്പോൾ എന്താണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത്? ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയെ സമീപിച്ചിരുന്നത്. അതിൽ പ്രധാനമായും ഈ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ തന്നെ കോടതി ചോദിച്ചത് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണ്ടേ എന്നുള്ളതാണ്. അതായത് അന്വേഷണവുമായി സഹകരിക്കേണ്ടതല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാകട്ടെ എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചിരുന്നത്. എപ്പോൾ ഹാജരാകാൻ കഴിയുമെന്ന പ്രതിഭാഗത്തോട് ചോദിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം പ്രതിഭാഗ അഭിഭാഷകൻ പറഞ്ഞത് ഈ പ്രതികളുമായി ഇതുവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എപ്പോൾ ഹാജരാകുമെന്നുള്ളത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നതിനിടയിൽ കൂടിയാണ് പ്രതിഭാഗ അഭിഭാഷകൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി അറിയിച്ചത്. അതായത് പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ മാസം 19-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് പ്രതികൾ തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് പിന്നീട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാസം 19-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകാമെന്നുള്ളതാണ് പ്രതികൾ അഭിഭാഷകർ മുഖേന ഈ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വലിയൊരു തട്ടിപ്പാണ് നടന്നതെന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ മാത്രം, അതായത് MLM പദ്ധതിയിലേക്കുള്ള സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ മാത്രം 1180 കോടിയുടെ തട്ടിപ്പ് നടന്നു. തട്ടിപ്പ് ഈ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴിയും പ്രതികൾ 880 കോടി സമാഹരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമായി നടന്ന വലിയ തട്ടിപ്പ് ഈ ഘട്ടത്തിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേസന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ള നിലപാടാണ് കോടതി ഇഡി സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിനെ എതിർക്കുകയാണ് പ്രതിഭാഗം ചെയ്തിരുന്നത്. പ്രതിഭാഗം പറഞ്ഞത് ഇതൊരു ഓൺലൈൻ ചെയിൻ മാതൃകയിലുള്ള, അതായത് ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ പ്രതികൾ, അതായത് കെ.ഡി. പ്രതാപും ഭാര്യയും ഇഡിക്ക് മുൻപിൽ ഹാജരാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്.